മദ്യനിരോധന നിയമം ഭേദഗതി ചെയ്യാനുള്ള ബിൽ തമിഴ്നാട് നിയമസഭയിൽ അവതരിപ്പിച്ചു. വ്യാജമദ്യ ഉത്പാദനം, വിൽപ്പന എന്നിവയ്ക്ക് ശക്തമായ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ. ഭാവിയിൽ എന്തെങ്കിലും സംഭവമുണ്ടായാൽ പോലീസ് ഉദ്യോഗസ്ഥരും ഉത്തരവാദികളാകുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വ്യക്തമാക്കി. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണോ ഈ നീക്കം? അനുജ, തീർച്ചയായും കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിന് ശേഷം സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. നിയമസഭക്കകത്തും പുറത്തും സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. സർക്കാരിന്റെ അലംഭാവമാണ് ഇത്ര വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. അതിൽ പോലീസിനുൾപ്പെടെ ഇതിൽ ഇത്തരം വ്യാജ മദ്യങ്ങൾ വിൽപ്പന നടത്തുന്നതിൽ ബന്ധമുണ്ടെന്നുൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഇതിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നതാണ് സർക്കാർ വിശദീകരിച്ചത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ പുതിയൊരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് 1937 മദ്യനിരോധന നിയമം ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബില്ലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം എം കെ സ്റ്റാലിൻ പറഞ്ഞത് നിലവിലെ സംസ്ഥാനത്തെ നിയമത്തിൽ ചില പാകപ്പിഴകളുണ്ട്, അല്ലെങ്കിൽ കർശനമായിട്ടുള്ള നിയമം നിലവിലില്ല. അതിൽ ഭേദഗതി വരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ബില്ല് അവതരിപ്പിക്കുന്നത്. ഇതിന്റെ വിൽപ്പന, അതോടൊപ്പം തന്നെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കർശനമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകും. അതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ ഭാവിയിൽ ഇത്തരം എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ മരണം സംഭവിച്ചാൽ നടപടി ഉണ്ടാകുന്ന രീതിയിലായിരിക്കും ഈ നിയമം വ്യവസ്ഥ ചെയ്യുക. ആ രീതിയിലാണ് ഈ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അത്തരം നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിമർശനമാണ് ഈ കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിന് ശേഷം തമിഴ്നാട് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നത്. അതേ തുടർന്നാണ് ഈ നടപടിയും ഇപ്പോൾ നിലവിൽ നിയമസഭയിൽ ഇത്തരത്തിലൊരു ബില്ല് അവതരിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് സംസ്ഥാന ബില്ല് പാസ്സായോ അരുൺ? അതോ അതിൽ ചർച്ചകൾ നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിൽ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? അനുജ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിയമസഭയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. തമിഴ്നാട് നിയമസഭയിൽ ഇതുമായി അവതരിപ്പിച്ച ശേഷമുള്ള തുടർ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും നിയമസഭ ഇത് പാസ്സാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുക. മദ്യനിരോധന നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ലാണ് തമിഴ്നാട് നിയമസഭയിൽ അവതരിപ്പിച്ചത്. വ്യാജമദ്യ ഉത്പാദനം, വിൽപ്പന എന്നിവയ്ക്ക് ശക്തമായ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതാണ് ബില്ല്. കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു ഭേദഗതിയിലേക്ക് സർക്കാർ കടക്കുന്നത്. അതിന്മേൽ ചർച്ചകൾ സഭയിൽ പുരോഗമിക്കുന്നു.